നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അനു എന്തിനാ എഴുന്നേറ്റ്? ഉറങ്ങിയില്ലായിരുന്നോ? പെട്ടെന്ന് ഉറക്കം ഞെട്ടി. ഇന്ദ്രേട്ടൻ ഉറങ്ങിക്കോ. എന്നെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായോ? ഏയ്, എന്ത് ശല്യം? ഉറക്കത്തിൽ അറിയാതെ നിന്റെ ദേഹത്ത് കയ്യോ കാലങ്ങനെ എടുത്തു വെച്ചോ? അതൊന്നും സാരമില്ല, ഉറക്കത്തിലല്ലേ. ഇന്ദ്രേട്ടൻ കിടന്നോ? ഞാനേ സെറ്റിൽ പോയി കിടന്നോളാം. നീ വിച്ചുമൻ്റെ അടുത്ത് സ്വസ്ഥമായിട്ട് കിടന്നു. അല്ല, വേണ്ട. മോനിടയ്ക്ക് ഉണർന്നാല് അച്ഛനെ അടുത്ത് കണ്ടില്ലെങ്കിൽ അവന് വിഷമാവും. ശരി, ഞാനെന്നാ ശ്രദ്ധിച്ചു കിടന്നോളാം. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നോളാം. നീയും കിടക്ക്. അനു കിടന്നോ? ചീരു, മോളെ ചീരു. ദാ വരുന്ന ചാ. എന്താ ചാ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല മോളെ. നീ എന്താ പേടിച്ചു പോയോ? അല്ല, അച്ഛൻ പെട്ടെന്ന് ഈ സമയത്ത് വിളിക്കുന്ന കേട്ടപ്പോ. അല്ല, അച്ഛൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ? ആ, അതെ. പുലർച്ചെ 5 മണിയാ പറയാം. എനിക്ക് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലൊന്ന് പോയി നിർമാല്യം തൊഴണമെന്ന് ഒരു തോന്നൽ. അത് അച്ഛൻ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേക്കുമായിരുന്നല്ലോ. അത് സാരമില്ല മോളെ. കിടന്നതിന് ശേഷം ഞാനത് തീരുമാനിച്ചു തന്നെ. നേരം വെളുക്കാറല്ലേ ആയുള്ളൂ, അതുകൊണ്ട് വാതിലടയ്ക്കണമല്ലോ. അതാ ഞാൻ മോളെ വിളിച്ചത്. അച്ഛൻ്റെ കയ്യിൽ ടോർച്ചുണ്ടോ? ഇരുട്ടായിരിക്കില്ലേ? പിന്നെ വലിയ പരിചയമില്ലാത്ത വഴി. അതൊന്നും സാരമില്ല, മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചമുണ്ടല്ലോ, അത് മതി. നിർമ്മാല്യം തൊഴുത് കഴിയുമ്പോഴേക്കും നേരം വെളുക്കുകയും ചെയ്യും. പിന്നെ മോളെ, അച്ഛൻ അതുവഴി അടുത്ത ബസ്സിന് പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകും. ഇങ്ങോട്ട് വരില്ല. അതെന്താ അച്ഛാ പെട്ടെന്ന് അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകുന്നത്? ഇവിടെ അനുചേച്ചി തിരിച്ചു വരാത്ത പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ പിന്നെ അച്ഛൻ പോയാ എങ്ങനെയാ? അനുവിന്റെ കാര്യത്തില് ആർക്കും ഒരു പേടിയും വേണ്ട. അവളും മോനും കൂടി ഇന്ദ്രന്റെ കൂടെ പോയത് എന്നോട് ചോദിച്ചിട്ട് തന്നെ. തൽക്കാലം ഞാനത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും രാമനാഥനും കൂടി അനുവിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് അനുവിന്റെ കോള് വന്നിരുന്നു. ഹലോ അച്ഛാ, എനിക്ക് അച്ഛനോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അച്ഛനൊന്ന് മാറി നിൽക്കാവോ? അച്ഛൻ മാറി നിൽക്കാം. പറ മോളെ, എന്താ കാര്യം? കോടതി ഡിവോഴ്സ് വിധിച്ചോ? ഇല്ലച്ചാ, ഞങ്ങളുടെ കേസ് 11 മണി കഴിഞ്ഞേ വിളിക്കൂന്നാ പറഞ്ഞത്. ഞാനും ഇന്ദ്രേട്ടനും വെച്ചുമോനെ ഇപ്പോ ഒരു റെസ്റ്റോറന്റിലിരിക്കുക. അതെന്തായാലും നന്നായി. ഇവിടെ ഞാനും രാമനാഥനും കൂടി നിങ്ങളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോള് പറയാമെന്ന കാര്യം എന്താ? അത് അച്ഛാ, ഞങ്ങള് ഇന്ന് കോടതിയില് ഹാജരാകണ്ടെന്ന് തീരുമാനിച്ചു. അതെന്തു പറ്റി? പിരിയാൻ തീരുമാനിച്ചു പോയവരല്ലേ നിങ്ങള്? പക്ഷേ പിരിയാൻ വേണ്ടി ഒന്നായവരല്ലല്ലോ അച്ഛാ ഞങ്ങള്. അത് ശരി.
അപ്പൊ ഇനി നിങ്ങൾ പിരിയണ്ടെന്ന് തന്നെ തീരുമാനിച്ചോ? അങ്ങനെയല്ല അച്ഛാ, ഞങ്ങൾക്ക് ഒന്നിച്ചൊരു യാത്ര പോണമെന്നുണ്ട്. ഒരു 2 ദിവസത്തേക്ക്. അച്ഛന്റെ അഭിപ്രായം എന്താ? രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. മോനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ടച്ചാ, ഞങ്ങളും ഞങ്ങളുടെ മോനും മാത്രം. അങ്ങനെ കുറച്ചു സമയം ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമായിട്ട് വേണമെന്നുണ്ട്. ചിലപ്പോ ഈ യാത്രയില് ഞങ്ങളുടെ കോടതി ഞങ്ങൾ തന്നെയായിരിക്കും. വിധിയും ഞങ്ങൾ തന്നെ തീരുമാനിക്കും. നല്ല കാര്യം മോളെ, സന്തോഷത്തോടെ പോയിട്ട് വാ. അച്ഛാ, ഞാൻ ഇന്ദ്രേട്ടന് ഫോൺ കൊടുക്കാം. അച്ഛനൊന്ന് സംസാരിക്കാവോ? ശരി മോളെ. അച്ഛാ, അനു പറഞ്ഞു എന്തിരാ, അപകടമൊന്നും കൂടാതെ നിങ്ങൾ തിരിച്ചു വന്നാ മതി. അനുവിനെയും മോനെയും ഞാൻ നോക്കിക്കോളാം അച്ഛാ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെയാണ് പോകുന്നത്. അമ്മ അന്വേഷിച്ചു വന്നാ അച്ഛനൊന്നും അറിയില്ലെന്ന് പറയണം. നിങ്ങൾ സമാധാനം ആഗ്രഹിച്ചു പോകുന്നല്ലേ, അതിന് ഭംഗം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ശരി അച്ഛാ, താങ്ക്സ്. അവരെന്തായാലും ഭാവിയെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും വരിക. അതുവരെ സുശീല അവർക്കിടയിലേക്ക് കടന്നു ചെല്ലരുത്. അതുകൊണ്ടാ നിങ്ങളോട് പോലും ഞാനിത് പറയാതിരുന്നത്. ഇന്ദ്രേട്ടനും അനുചേച്ചി എപ്പോഴായിരിക്കും അച്ഛാ തിരിച്ചു വരുന്നത്? അവര് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ സുശീലാന്റി അറിയില്ലേ? ഇന്ദ്രനും അധികം വൈകാതെ തന്നെ തിരിച്ചു വരും. എന്നെ വിളിച്ചിട്ട് എന്തായാലും വരൂ. പിന്നെ അവരിവിടെ വരുന്നതിന് മുമ്പ് പഞ്ചരത്നത്തിലേക്ക് വരട്ടെ. അതിനുകൂടി വേണ്ടിയാ ഞാൻ അങ്ങോട്ട് പോവാന്ന് തീരുമാനിച്ചത്. അത് നന്നായി അച്ഛാ. അവിടെ ആവുമ്പോ അത്ര പെട്ടെന്ന് സുശീലാന്റി അറിയത്തില്ല. അതെ മോളെ. അച്ഛൻ ഇത്ര നേരത്തെ എവിടെ പോയെന്ന് അമ്പിളിച്ചേച്ചി ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം അച്ഛാ? ഇപ്പൊ തന്നെ അച്ഛൻ അവഗണിക്കുന്നു എന്നുള്ളൊരു സങ്കടം അമ്പിളിച്ചേച്ചിക്കും രഘുവേട്ടനും ഉണ്ട്. ആ സങ്കടം അവരർഹിക്കുന്നതാ. ഈ കാര്യം അവരോട് മറച്ചു വെക്കേണ്ട ചെയ്യും. അമ്പിളി ഉണരുമ്പോ നീ അവളോടും പറഞ്ഞേക്ക്. ശരി അച്ഛൻ. ശരിയെന്ന് അച്ഛൻ പോയിട്ട് വരാം. മോള് വാലടച്ചു. ശരി.